ഒരു ഡ്രസ്സ് കിട്ടി കഴിഞ്ഞാൽ ഹാപ്പി ആവാതായില്ലല്ലോ. അതാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോയർ ആയിട്ടാണ്. ഇതെന്റെ 25th ഇയർ ആണ്. ഈ ഡിസംബറിൽ 25th ഇയർ ആണ്. കേരളത്തിലെ വൺ ഓഫ് ദ ഫസ്റ്റ് ബൊട്ടീക്ക് എന്റെ ബൊട്ടീക്കാണ്. അതെ അതെ അതെ, നമ്മളാണ് അതിനെ ഡെവലപ്പ് ചെയ്ത് അതിനുശേഷമാണ് ലുലു പോലും അവിടെ വരുന്നത്. ഡിസൈനർ മാസ്ക് ആദ്യമായിട്ട് ചെയ്തത് ഞാനാണ്. അപ്പം അതെന്റെ വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു. റീസെൻ്റ്ലി ലണ്ടൻ ഫാഷൻ വീക്കിൽ പ്യൂമ നമ്മുടെ ഷൂ ഉണ്ടല്ലോ, അവരൊരു പുതിയ ഷൂ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊരു അറ്റയർ ഡിസൈൻ ചെയ്യാനായിരുന്നു. അപ്പം അതങ്ങനെ ചെയ്തിട്ട് അത് വിൻ ചെയ്തായിരുന്നു. അപ്പം അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം ഞാൻ നമ്മുടെ ഈ നാട്ടിൽ മാത്രമാണ്, പക്ഷെ ഇത് വേൾഡ് വൈഡ് അറിയപ്പെടാൻ സാധിച്ചത് എനിക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്, പ്രൗഡ് മോമാണ്. ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ദീപു ചേച്ചിയാണ്, ദീപാലി ബുട്ടീക്കിൻ്റെ ഓണർ. 25 വർഷം പൂർത്തിയാക്കുന്ന ദീപാലി ബുട്ടീക്കിൻ്റെ വിശേഷങ്ങൾ അറിയാം ദീപ ചേച്ചിയിലേക്ക്. ഹായ് ദീപ ചേച്ചി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. ഹായ് അനില്യ. അപ്പം നമ്മളിപ്പോൾ ഒത്തിരി നാളായി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ദീപ ചേച്ചിനെ ഗസ്റ്റ് ആയിട്ട് ഇന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ദീപാലി തൊട്ട് പറഞ്ഞു തുടങ്ങാം. അപ്പം എന്താണ് ദീപാലി ബുട്ടീക്ക്? ഓക്കെ, ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോയർ ആയിട്ടാണ്. അതെ, അങ്ങനെ ഒരു ഓക്കെ. പിന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങിയത് എൻ്റെ ഒരു പാഷനാണ് ഈ ഡിസൈനിങ്. വളരെ ചെറുപ്പം തുടങ്ങിയിട്ട് തന്നെ ഞാൻ അങ്ങനെ ഡിസൈനിങ് ചെയ്യാം. എൻ്റെ ഡ്രസ്സുകൾ ഞാൻ തന്നെ, അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ തന്നെ ചൂസ് ചെയ്യും. അമ്മ പറയും ഭയങ്കര ഇത് വേണം എന്ന് പറഞ്ഞാൽ അതാണ്, ആരെന്ത് കാണിച്ചാലും ഞാൻ എടുക്കില്ല, അതേ എടുക്കുകയുള്ളൂ. അപ്പം അത് ഞാൻ ഭയങ്കര സ്കെൽറ്റനായിരുന്നു. അപ്പം ഡ്രസ്സസൊക്കെ ഭയങ്കര നമുക്ക് ഓൾട്രേഷനൊക്കെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ തന്നെ ഇതെല്ലാം അഴിച്ചവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ. അത് കാണുമ്പോൾ അമ്മ വന്നിട്ട് പറയും, അയ്യോ ഇത് ഇനി ഇടാൻ പറ്റില്ല, ഇത് എന്താ സ്പോയിലായല്ലോ. ഞാനതെല്ലാം ജോയിൻ ചെയ്ത് എൻ്റെ ഫിറ്റിലാക്കിയിട്ട് മേ ബി അതായിരിക്കും എൻ്റെ ഒരു. പിന്നെ അമ്മ ബയോളജി ടീച്ചറാണെങ്കിലും അമ്മയും കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യും. അപ്പം ഞാനത് കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിലേക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്തായാലും. അപ്പം അങ്ങനെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടമാണ് മേ ബി വരാനുള്ള ഒരു. ഇതെൻ്റെ 25th ഇയർ ആണ്. ഈ ഡിസംബറിൽ 25th ഇയർ ആണ്. താങ്ക് യു. അപ്പം ചേച്ചി ഈയിടെ ചെയ്ത കുറച്ച് വർക്കുകൾ ഉർവശി ചേച്ചിയുടെ ഒക്കെ ചെയ്തു, പിന്നെ ടീം ഗ്ലാം 2024 ചെയ്തു, ഔട്ട്ഫിറ്റ് ചെയ്തു. അപ്പം അതിലൊക്കെ ചേച്ചിയുടേതായിട്ടുള്ള ഇൻപുട്ട്, ആ വർക്കിന്റെ കാര്യങ്ങൾ ഒന്ന് പറയാം. ഞാൻ ആക്ച്വലി ഒരു 20 years ആയിട്ട് മേ ബി ഈ മാഗസിൻസിന് വേണ്ടിയിട്ട് ഫാഷൻ പേജ് ചെയ്യുന്നുണ്ട്. ഗൃഹലക്ഷ്മി, വനിത, ഇപ്പം റീസെൻ്റ്ലി മനോരമ, കവർ പേജ്, അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. അപ്പം അവർ ആ കണക്ഷൻസ് ഉണ്ടല്ലോ. അപ്പം ഒരു ഗ്യാപ്പിൽ അവർ അപ്ഡേഷൻസ് വരുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. പുതിയ ട്രെൻഡ്സ് ചെയ്യാറുണ്ട്. പിന്നെ മേക്ക് ഓവേഴ്സ്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് മേഖലകളിൽ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയില്ല, അവര് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ത്രെഡ് തരും, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഞാനൊക്കെ ഒരു സീനിയർ ഡിസൈനറാണല്ലോ, അപ്പം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ. അപ്പം അവർ പറയും ഇച്ചിരി ഇഷ്ടത്തിന് ചെയ്തോളൂ എന്ന് പറയും. അപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. ലോയറിൽ നിന്ന് ചേച്ചി ഇപ്പൊ ഒരു ഡിസൈനറിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ചേച്ചി ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ്? അങ്ങനെ ഡിഫിക്കൽട്ടി ആയിട്ടില്ല. ഞാൻ പറയാം, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലോയറായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഒരു ബേസിക് നേച്ചർ ഉണ്ട്, ആൾക്കാരെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു ക്രൗഡിൽ ചെല്ലുമ്പോൾ ഒരു 5 മിനിറ്റ് ആണെങ്കിലും സന്തോഷിപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അതെൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പം ലോയർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡിൽ കുറച്ച് നമുക്ക് വിഷമിക്കേണ്ടി വരും. ഇത് ഒരു ഡ്രസ്സ് കിട്ടി കഴിഞ്ഞാൽ ഹാപ്പി ആവാതായില്ലല്ലോ. അതാണ്. അപ്പം അത് മേ ബി എൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പം അങ്ങനെ ഡിഫിക്കൽട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ഇറങ്ങിയ സമയത്ത് സത്യം പറഞ്ഞാൽ ഈ ഒരു ബൊട്ടീക്സ് അങ്ങനെ ഉള്ള 25 വർഷം മുമ്പ്. അതെ, കേരളത്തിലെ വൺ ഓഫ് ദ ഫസ്റ്റ് ബൊട്ടീക്ക് എൻ്റെ ബൊട്ടീക്കാണ്. അതെ 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 അതെ, മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം നമ്മളുടെ ഇഷ്ടത്തിന് ഒരു ഡിസൈൻ വരച്ച് ചെയ്തു അങ്ങനെയൊന്നും അങ്ങനെ ആ ടൈമിൽ ആരും തന്നെ ചെയ്തിട്ടില്ല. വെരി റെയർ, എൻ്റെ അറിവിലില്ല. അപ്പം നമ്മളാണ് വേണമെങ്കിൽ ഫസ്റ്റായിട്ട് അങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്തിട്ട് കുറേ ഹാൻഡ് പിക്ഡ് മെറ്റീരിയൽസ് കൊണ്ടും കളക്ഷൻസ് കൊണ്ടും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അന്ന് എല്ലാവരും അന്വേഷിച്ച് വന്ന് നമ്മളുടെ അടുത്ത് എടുക്കുമായിരുന്നു. അപ്പം നമ്മളെ ഡിസൈൻസ് അതിലേക്ക് കൊണ്ടുവരും. മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനാണ്. അതെ അതെ, എടപ്പള്ളി തന്നെ. അതും സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഏരിയ ശരിക്കും എടപ്പള്ളി ടോളിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ്. ഒരു 50 മീറ്റേഴ്സ് മാറിയിട്ടുള്ളൊരു സ്ഥലമാണ് കൂനന്ത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോപ്സും ഇല്ല, ഒട്ടും നോൺ പ്ലേസേ അല്ല. പക്ഷെ നമ്മളാണ് അതിനെ അപ്പാക്കി കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത് അതിനുശേഷമാണ് ലുലു പോലും അവിടെ ആലോചിച്ചത്. ചേച്ചി ഇപ്പം ഷോപ്പിങ്ങിന് പോകുന്ന കാര്യം പറഞ്ഞു. ഒറ്റയ്ക്കാണോ ചേച്ചി പോയി സെലക്ട്? ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം, നമ്മളിപ്പം നമ്മളുടെ സ്ത്രീകളെ അങ്ങനെ കുറച്ച് കാണുന്നതല്ല, പക്ഷെ എല്ലാവർക്കും പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഈ ഫാമിലി സപ്പോർട്ടും അത് ഒരു വലിയൊരു മാറ്ററാണ്. അത് നമുക്ക് എല്ലാ സക്സസിൻ്റെ പിന്നിലും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഹസ്ബൻഡിൻ്റെയും കൂടിയേ തീരും. അത് ശരിക്കും പറഞ്ഞാൽ ജെൻസിൻ്റെ ഇതിൽ നമ്മളത് പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടാണ് അവരും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. അവരുടെ പ്രൊഫഷനിൽ അവരത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നില്ലേ. അതേപോലെ നല്ലൊരു ഫാമിലി സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് കൂടെ വന്ന് നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് ട്രാവൽ ചെയ്യാറ്. അപ്പം ഈ കൊറോണ ടൈമിൽ ചേച്ചി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിരുന്നു? അന്ന് ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യുകയും അങ്ങനെ ഇരിക്കുമ്പോൾ കസ്റ്റമേഴ്സ് വരാതിരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തപ്പോൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത്? കൊറോണ ടൈം ശരിക്കും എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ട് ടൈമാണ്. നമുക്ക് ഫ്യൂച്ചറിൽ എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ എന്താ പറയുക, എൻ്റെ കൂടെ ഇപ്പം 25 വർഷമായി ഞാൻ പറഞ്ഞല്ലോ, 25 സ്റ്റാഫ് ഉണ്ട്. 1-2 പേര് കൂടുതലുണ്ട് ഫ്രീലാൻസ് ആയിട്ടൊക്കെ ചെയ്യുന്നവർ. പക്ഷെ എനിക്ക് ഇവരെ ആരെയും ആ സമയത്ത് പറഞ്ഞു വിടാനോ അല്ലെങ്കിൽ അവരെ നോക്കാതിരിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടായി. എനിക്കന്ന് ഇതുപോലൊരു ചാനലിൽ നിന്ന് അവർ ഈ മാസ്ക് ഡിസൈനർ മാസ്ക് എന്നുള്ളൊരു ഐഡിയ അതിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാനങ്ങനെ ചെയ്തു. അതെൻ്റെ വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു. അപ്പം അന്ന് ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടും അല്ലാതെ കോട്ടൺ മാസ്ക് എല്ലാവർക്കും മറ്റേ സർജിക്കൽ മാസ്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയണം, കാരണം എന്നാലും ഈ ഡിസൈനർ മാസ്ക് ആദ്യമായിട്ട് ചെയ്തത് ഞാനാണ്. അപ്പം അങ്ങനെ ആ ഒരു ടൈം നല്ലതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി, യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ അതേപോലെ ആ സമയത്ത് നമ്മളുടെ ഈ ഗൗൺ ഉണ്ടായിരുന്നല്ലോ, അത് കുറച്ച് ഒരു യൂസ് ചെയ്യുന്നത് പേഷ്യൻസിനും ഡോക്ടേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഡിസ്ട്രിബ്യൂഷനും ആ ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ടൈം ജസ്റ്റ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. അതായത് നല്ല രീതിയിലല്ലെങ്കിലും അവർക്ക് ലൈവ്ലിഹുഡിനുള്ളത് കൊടുക്കാനുള്ള രീതിയിൽ ഞാനത് മാനേജ് ചെയ്തു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, 25 വർഷം എന്ന് പറയുമ്പോൾ വലിയൊരു ട്രാൻസിഷൻ പീരീഡാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാം സോഷ്യൽ മീഡിയ ആണ്, ഓൺലൈൻ ആണ്. ഇപ്പോഴത്തെ ഒരു മാറ്റത്തിന് ചേച്ചി എങ്ങനെ കാണുന്നു? ശരിക്കും നമ്മൾ അതിലേക്ക് അഡാപ്റ്റഡ് ആവാൻ കുറച്ച് ടൈം എടുത്തു എന്നുള്ളതൊരു വലിയ ഡ്രോബാക്ക് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് മനസ്സിലാക്കുന്നത്. ഇത് ഒരു 6 years ബാക്കൊക്കെ എനിക്ക് ഇങ്ങനെ കുറച്ച് പേര് വന്നിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് പോയി. ആ സമയത്ത് ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ടാവുമോ? ഇല്ല, കുഴപ്പമില്ല, എനിക്ക് കൗണ്ടർ സെയിലുണ്ട്, ഞാൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടിരുന്നു. പക്ഷേ അതെൻ്റെ ഒരു മിസ്കൺസെപ്റ്റ് ആണ്. കാരണം എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് കുറച്ചും കൂടി നമ്മൾ മീഡിയയിലേക്ക് ഇറങ്ങി ചെയ്താലാണ് ബിസിനസ് കുറച്ചും കൂടി സക്സസ്ഫുൾ ആവുന്നത്, റീച്ച് കിട്ടുന്നത്. അത് നമ്മൾ എന്താ
പഴയ ആൾക്കാരാണ്, ഞാൻ വലിയ ആളാണെന്ന് പറയുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അതിലേക്ക് ഇറങ്ങി തന്നെ ചെയ്താലേ. ചേച്ചി പുതിയ ഡിസൈനേഴ്സിനൊക്കെ അവസരം കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ഇന്റേൺഷിപ്പിന് ഒത്തിരി കുട്ടികൾ വരും. പഠിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ നമ്മൾ അവരെ വെൽ ട്രെയിൻഡ് ആയിട്ടാണ് വിടുന്നത്. കാരണം ഫ്രം ദ സ്ക്രാച്ച് നമുക്ക് എല്ലാം ഉണ്ടല്ലോ. സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്, എംബ്രോയിഡറി ചെയ്യുന്നവരുടെ ഡിസൈനിങ് എല്ലാം ഉണ്ട്. അപ്പം അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം പഠിച്ചിട്ട് പോവാം. കാരണം നമ്മളിപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പൊതുവേ ബേസിക് തിയറിറ്റിക്കൽ നോളജേ ഉള്ളൂ, പ്രാക്ടിക്കൽ നോളജ് ഇല്ല. അപ്പോൾ അവർ വിചാരിക്കുന്ന ഒരു ഫാൻറ്റസി വേൾഡ് മാത്രമാണ് ഈ ഫാഷൻ എന്ന് പറയുന്നത്. പക്ഷെ അനിലേക്ക് അറിയാലോ ഇതിൻ്റെ ഒരുപാട് സ്ട്രെയിനും. അപ്പോൾ അത് എങ്ങനെ ഇതിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കണമെങ്കിൽ എന്തായാലും അത് അവർക്ക് അവിടെ വരുമ്പോൾ കറക്റ്റ് അവർക്ക് മനസ്സിലാവും. അപ്പം അതൊരു നല്ല ലേണിംഗ് ആയിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം ട്രെയിൻ ചെയ്ത് തന്നെ കൊടുക്കാൻ പറ്റാറുണ്ട്. ഈ ഫീൽഡിലേക്ക് വരുന്ന കുട്ടികളോട് എന്തായിരിക്കും ചേച്ചി കൊടുക്കുന്ന ഒരു അഡ്വൈസ്? ഇത് തന്നെയാണ് നമ്മൾ എന്താ പറയുക, സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും പിന്നെ 24/7 നമ്മൾ എപ്പോഴും റെഡി ആയിട്ട് അലേർട്ടായിരിക്കുക. ട്രെൻഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്തൊക്കെ മാറിയാലും നമ്മളിപ്പം എന്താ പറയുക, ബേസിക്കായിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാവണം. കണ്ടുപിടിച്ചിട്ട് അവർക്ക് അതായത് ഫാഷൻ അതാണെന്ന് വെച്ചിട്ട് എല്ലാവരെയും അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ഇതിൽ കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ടീം വർക്കാണ്. നമ്മളുടെ കൂടെ ആരെയൊക്കെ നമുക്ക് നിർത്താൻ പറ്റുന്നു, നല്ല രീതിയിൽ നിർത്താൻ പറ്റുന്നു, അതാണ് ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത്. നമ്മൾ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയുള്ളൊരു സംഭവമല്ല, അല്ലല്ല, ഇതൊരു ടീമല്ലേ. എല്ലാം 1 by 1 ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിന് നല്ലൊരു ടീം വർക്ക്, അത് ഫ്രം ഫാമിലി, നമ്മളുടെ കൂടെ വീട്ടിൽ വർക്ക് ചെയ്യുന്നവർ, ഇവരെല്ലാം ഇതിൻ്റെ പാർട്ടിയാണ്. കാരണം അവര് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുക. എല്ലാവരോടും പറയാറുണ്ട്, അതൊക്കെ അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. അപ്പം ടൈം മാനേജ്മെൻറ്റ്, പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇറങ്ങണം പുറത്തോട്ട്. അല്ലാതെ എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അതാണ് എനിക്ക് കിട്ടിയൊരു ഇത്. ദീപാലി ബുട്ടീക്കിന്റെ സ്പെഷ്യലൈസേഷൻ എന്താ ചേച്ചി പറയുന്നത്? കസ്റ്റമേഴ്സ് എന്തായിരിക്കും ദീപാലി ബുട്ടീക്കിൽ കൂടുതൽ അട്രാക്റ്റ് ആവാൻ കാരണം? എല്ലാ ഏജ് ഗ്രൂപ്പും തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വെൽക്കം ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കാരണം നമ്മളൊരു ഏജ് ഒക്കെ കഴിയുമ്പോൾ ചിലർക്ക് ഭയങ്കര മടിയാണ്, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത്, അറ്റൻഡ് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ എനിക്ക് എല്ലാ ഏജ് ഗ്രൂപ്പുള്ള കസ്റ്റമേഴ്സും ഉണ്ട്. പിന്നെ കുറച്ചും കൂടി ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മൾ എല്ലാവരോടും, കസ്റ്റമേഴ്സിനോടും ഒക്കെ നല്ല ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. അത് എൻ്റെ സ്റ്റാഫ് എല്ലാം ഭയങ്കര വെൽ ട്രെയിൻഡ് എന്ന് വെച്ചാൽ എനിക്ക് ആ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം തന്നെയില്ല. ഞാനെങ്ങനെയാണോ അവരെ കണ്ടിട്ട് ആയിരിക്കാം. പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയുള്ള സ്റ്റാഫാണ് എൻ്റെ കൂടെ ഉള്ളത്. 25 വർഷമായിട്ടും കൂടെയുള്ള ഉണ്ട്. അപ്പം അതുകൊണ്ട് അവർക്കറിയാം എങ്ങനെ അവരോട് ഡീൽ ചെയ്യണം. അപ്പം അതൊരു ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. പിന്നെ നമ്മൾ എമർജൻസി സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളുടെ വേഗമെല്ലാം ചെയ്ത് കൊടുക്കാനും, പിന്നെ വേൾഡ് വൈഡ് നമ്മൾ ഷിപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പം അവിടെയുള്ളവർക്ക് ഇത് പെട്ടെന്ന് കാണാനുള്ള ഓപ്ഷനൊന്നും ഇല്ലല്ലോ. നമ്മളെ ട്രസ്റ്റാണ് നമ്മളെ ഏറ്റവും വലിയൊരു കാര്യം. നമ്മളൊരു കാര്യം ഏൽപ്പിച്ചാൽ നമ്മളതിൽ 100% നമ്മളതിൽ എഫേർട്ട് എടുത്ത് അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു കോള് കഴിയുമ്പോൾ അവരൊരു കോള് വരും. അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, ഒരു സാറ്റിസ്ഫാക്ഷൻ. ഓൺലൈൻ ഉണ്ട്. ഓൺലൈൻ വെബ്സൈറ്റ് അല്ല, പേഴ്സണൽ ഇതിലാണ്, വാട്സപ്പ് ത്രൂ ചെയ്യും. ഞാൻ തന്നെയാണ് മെയിൻലി ചെയ്യുന്നത്. പിന്നെ ബാക്കി അത് കഴിഞ്ഞിട്ട് സ്റ്റാഫിനെയും ഏൽപ്പിക്കും. ഇപ്പം ഒത്തിരി ഇങ്ങനത്തെ ഫ്രോഡ് ആയിട്ടുള്ള സൈറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ. അതുമല്ല തീരെ വില കുറഞ്ഞ മെറ്റീരിയൽസും നമ്മുടെ മാർക്കറ്റിൽ അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് കസ്റ്റമേഴ്സിനോട്? അത് എനിക്കങ്ങനെ ഓരോ ആൾക്കാരുടെ ചോയ്സാണ്. കാരണം പെട്ടെന്ന് ഒരു വില കുറഞ്ഞ ഐറ്റം കാണുമ്പോൾ വേഗം അതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. നമ്മളെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ മാത്രം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമുക്കറിയാം ഈ ഒരു ലെവലിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാവും. ഇതർ മെറ്റീരിയൽ അല്ലെങ്കിൽ അതിലെ വർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് തന്നെ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് വരാറുണ്ട്. ഇതുപോലെ ഓൺലൈനിൽ വലിയ വലിയ
ഒത്തിരി പേരെടുത്ത സ്ഥലങ്ങളിൽ നിന്നാണ് കിട്ടി. അപ്പോൾ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇങ്ങനെയായിരുന്നു, ഇത് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശം മെറ്റീരിയലും വർക്കും ഒക്കെ. പിന്നെ നമ്മളത് റീസ്റ്റിച്ച് ചെയ്ത് കൊടുക്കും, അല്ല അങ്ങനെ നമ്മളുടേതായൊരു ഇത് കൊടുത്തിട്ട് അതിന് അവർക്ക് വെയറബിളായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഇത് കുറച്ച് നമ്മൾ അവെയർ ആയിരിക്കുക. എല്ലാം ഓൺലൈൻ സ്റ്റോറും അത്ര നന്നായിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യമൊക്കെ പറ്റുമ്പോൾ പിന്നെ അറിയാലോ, കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. ചേച്ചിയുടെ മോളെ കുറിച്ച് പറയാം. ആ ഓക്കെ. അതെ 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 അതെ. മോള് UK-ലാണ് ഡിഗ്രി ഫാഷൻ ഡിസൈനിങ് BA ഓണേഴ്സ് ചെയ്തു. അപ്പം മേ ബി എൻ്റെ ഒരു ത്രെഡ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ആയിരിക്കും. അപ്പോൾ പക്ഷെ എൻ്റെ ഒരു ലെവലല്ല, കുറച്ചും കൂടി ഒരു ന്യൂജൻ സ്റ്റൈലാണല്ലോ. പക്ഷെ മോള് റീസെൻ്റ്ലി ലണ്ടൻ ഫാഷൻ വീക്കിൽ അവരൊരു പ്യൂമ നമ്മുടെ ഷൂ ഉണ്ടല്ലോ, അവരൊരു ഒരു പുതിയ ഷൂ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊരു അറ്റയർ ഡിസൈൻ ചെയ്യണമായിരുന്നു. അപ്പം അതങ്ങനെ ചെയ്തിട്ട് അത് വിൻ ചെയ്തായിരുന്നു. അപ്പം അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം ഞാൻ നമ്മുടെ ഈ നാട്ടിൽ മാത്രമാണ്, പക്ഷെ ഇത് വേൾഡ് വൈഡ് അറിയപ്പെടാൻ സാധിച്ചത് എനിക്കൊരു പ്രൗഡ് മൊമെന്റാണ്, പ്രൗഡ് മോമാണ്. മോളും അപ്പം നാട്ടിൽ വന്ന് ഈ ബുട്ടീക്കിലേക്ക് ജോയിൻ ചെയ്യുമായിരിക്കും കുറച്ച് നാൾ കഴിഞ്ഞു. എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, വരണം എന്ന് നിർബന്ധമില്ല. അത് അവരുടെ ചോയ്സാണ്. ഇപ്പം നല്ല ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ബേസിക് എല്ലാ കാര്യങ്ങളും പഠിച്ചു വരും. നമ്മളുടെ കൂടെ നിൽക്കുമ്പോൾ അവരൊരു ബോസായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിനൊരു ഓപ്പർച്യൂണിറ്റി മറ്റേതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം ഫ്രം ദ സ്ക്രാച്ച് പഠിച്ചിട്ട് വരട്ടെ, എന്നാലാണ് എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും അറിയണമല്ലോ. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഫ്രം ദ ബിഗിനിങ് ഒത്തിരി ചെറിയ സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങി അങ്ങനെ 1 by 1 ആയിട്ട് ഗ്രോ ചെയ്തതാണ്. പക്ഷെ ഇവർ കാണുമ്പോൾ ഇതൊരു ഫുൾ സെറ്റായിട്ടുള്ളൊരു ഇതല്ലേ. അപ്പോൾ കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നു ആരെങ്കിലും അണ്ടറിലൊക്കെ വർക്ക് ചെയ്ത് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയിട്ട് ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം മോള് തന്നെ നോക്കാനുള്ളതാണല്ലോ സ്ഥാപനം. ഇത്ര വർഷമായിട്ട് നമ്മൾ 25 years ആയിട്ടുള്ളൊരു അത്യാവശ്യം നോൺ സ്ഥാപനമല്ലേ. അപ്പം ഹോപ്പ്ഫുള്ളി അങ്ങനെ വിചാരിക്കുന്നു. ഇനി അടുത്ത വർഷം ചേച്ചിയുടേതായിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഡിസൈൻസ് ഇറക്കാനൊക്കെ പ്ലാൻ ഉണ്ടോ? 2025 ഇപ്പം നമുക്ക് ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എന്തും വെയർ ചെയ്യാവുന്നൊരു ഫ്രീഡം ഉള്ളൊരു ടൈമാണ്. നീ ലൂസായിട്ട് ഇടണോ, ഓവർ സൈസ്ഡ് ഇടാം, ടൈറ്റ് ഫിറ്റ് ഇടാം. അപ്പം നമ്മൾ പണ്ട് ആണെങ്കിൽ നമ്മൾ പറയും ടൈറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സിൻ്റെ കൂടെ ടൈറ്റ് ബോട്ടം ഇടണം അല്ലെങ്കിൽ ലൂസ് ബോട്ടം. ഇപ്പം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല, റൂൾസ് ഇല്ല. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ 25-ലും പോവും എന്നുള്ളതാണ്. കാരണം ഒരു അസിമെട്രിക്കൽ അല്ലെങ്കിൽ ഒരു മ്യൂട്ടഡ് കളേഴ്സ് അങ്ങനെ ആ ഒരു ഇതിലങ്ങ് പോകത്തേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഷോർട്ട് ടോപ്പ് വിത്ത് പെലാസോ ഇടുന്നുണ്ട്, ഷോർട്ട് ടോപ്പ് വിത്ത് ടൈറ്റ് പാൻറ് ഇടുന്നുണ്ട്. അപ്പം ഫാഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം അക്സെപ്റ്റബിൾ ആണ്. നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല, ഇങ്ങനെ തന്നെ പോവാം, ആ ഒരു കോൺസെപ്റ്റ് മാറി. അപ്പം അതൊരു കുറച്ചും കൂടി ഒരു ഫ്രീഡമാണ്. ഇത് പുതിയൊരു കോൺസെപ്റ്റാണ്, കുറച്ചും കൂടി ഫ്രീഡമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ പണ്ട് നമ്മൾ പട്ടുസാരി ഒക്കെ എടുത്താണ് ഫ്ലൈറ്റിലെല്ലാവരും പോകുന്നത്, ഇപ്പൊ ജോഗേഴ്സ് ഇട്ടിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അത് ഇപ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. നമുക്ക് എന്തും ക്രിയേറ്റീവായിട്ട് എന്തും ചെയ്യാം എന്നുള്ളതാണ്. അതൊരു നല്ല. അപ്പം ചേച്ചിയുടെ ഡ്രസ്സുകളൊക്കെ എപ്പോഴും ചേച്ചി തന്നെയാണോ ഡിസൈൻ ചെയ്തത്, അതോ ബാക്കിയുള്ള ബുട്ടീക്സിനും ഷോപ്പിൽ നിന്നൊക്കെ ഷോപ്പ് ചെയ്യാറുണ്ടോ? എനിക്ക് ഇഷ്ടം ഞാൻ തന്നെ ചെയ്യുന്നതാണ്. അതിലാണ് എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, വളരെ ചെറിയ പ്രായം തുടങ്ങി എനിക്ക് മാത്രം ആരും ഗിഫ്റ്റൊന്നും തരില്ല ഡ്രസ്സ്. കാരണം തന്നാലും ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പം എനിക്ക് മെയിൻലി ഞാൻ ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് കുറച്ചും കൂടി താല്പര്യം. അപ്പം ഇത്രയും സമയം എന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി തന്നതിന് താങ്ക് യു സോ മച്ച് ചേച്ചി. ഞാൻ അങ്ങോട്ടാണല്ലേ താങ്ക് യു പക്ഷെ ഞാൻ വിചാരിച്ചു ഇതൊരു അവസരമാവട്ടെ. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഉറുഷി ചേച്ചിയുടെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം ശ്രദ്ധിക്കപ്പെട്ടു. അതെ അതെ അതെ. പിന്നെ അത്
ഫസ്റ്റ് ആ ഷൂട്ടിന് ഞാൻ പോകുമ്പോൾ ആക്ച്വലി അത് ഉർവശി ചേച്ചിയുടെ ഹസ്ബൻഡിന് സുഖമില്ലാതെ അത് ഡ്രോപ്പായിപ്പോയി. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈമിൽ ഒരു 1 month കഴിഞ്ഞപ്പോഴാണ് അത് വീണ്ടും ചെയ്യാൻ വന്നത്. അപ്പം എനിക്കൊരു അഡ്വാൻറ്റേജ് കിട്ടി, മോളുടെയും കൂടി ചെയ്യാൻ പറ്റി, കുഞ്ഞാറ്റയുടെയും കൂടി ചെയ്യാൻ പറ്റി. അപ്പം എനിക്ക് എൻ്റെ പുതിയ ഐഡിയാസും കൂടി ഷോക്കേസ് ചെയ്യാൻ പറ്റി. അപ്പം സംഭവിക്കുന്നതെല്ലാം നല്ലതിന്. അതിൽ 1 year back ആണ് ഞാൻ വന്നതെന്നുണ്ടെങ്കിൽ എനിക്കിത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം എന്തായാലും എനിക്ക് അങ്ങോട്ടാണ് താങ്ക് യു പറയാനുള്ളത്. ഒത്തിരി നല്ല നല്ല ഡിസൈൻസ് ചേച്ചിക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.